മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്ല് വാപ്പാന്റെ ഫضലാണ് എന്നതാണ്. അൽ വലദു സിർറു അബീഹി എന്നാണ്. മക്കൾ പിതാക്കന്മാരുടെ സ്വകാര്യമാകുന്നു എന്നാണ്. വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് മക്കൾ പരസ്യമായി ചെയ്യുമെന്നാണ്. വാപ്പ സ്വകാര്യമായി കാണുന്നത് മക്കൾ പരസ്യമായി കാണുമെന്നാണ്. വാപ്പ സ്വകാര്യത്തിൽ പറയുന്നത് മക്കള് അങ്ങാടിയിൽ നിന്ന് വിളിച്ചു പറയുമെന്നാണ്. അൽ വലദു സിർറു അബീഹി, മകൻ പിതാവിന്റെ സ്വകാര്യമാകുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകനുണ്ടായിരുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മുത്തബിഉസ് സുന്ന എന്ന പേരിൽ അറിയപ്പെട്ടു. വാപ്പാനെ കൊണ്ടറിയപ്പെട്ട മക്കളുണ്ട്, മക്കളെ കൊണ്ടറിയപ്പെട്ട വാപ്പാരുണ്ട്. രണ്ടിനും കൂടി പറ്റുന്ന ഉദാഹരണമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും മകനായ അബ്ദുല്ലയും. രണ്ടിനും പറ്റിയ ഉദാഹരണമാണ്. മകനെ കൊണ്ടറിയപ്പെട്ട വാപ്പാന്റെ ഉദാഹരണമാണ് മുത്തുനബിയുടെ വാപ്പ അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. മക്കളെ കൊണ്ടറിയപ്പെട്ട വാപ്പാരുണ്ട്, വാപ്പാരെ കൊണ്ടറിയപ്പെട്ട മക്കളുണ്ട്. വാപ്പാരെ കൊണ്ടറിയപ്പെട്ട മക്കളുണ്ട്. രണ്ടിന്റെ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പുന്നാര മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ ഏത് മനുഷ്യന്റെ താരീഖ് പഠിക്കുമ്പോഴും ആദ്യം വാപ്പാനെയാണ് പഠിക്കുക. ശംസുൽ ഉലമാഇ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പാന്റെ ഖബറ് കോഴിക്കോട് വളരെ പ്രസിദ്ധമായ സ്ഥലമാണ്. കോഴിക്കോട് പള്ളിക്കൽ ബസാറല്ല, പറമ്പിൽ ബസാർ. പറമ്പിൽ ബസാറിലൊരു മക്കാമുണ്ട്. ആ മക്കാമല്ല, മക്കാമിന്റെ നേരെ അടുത്ത് പുറത്തായിട്ട് കോയക്കുട്ടി മുസ്ലിയാർ എന്ന ശംസുൽ ഉലമയുടെ പിതാവിന്റെ ഖബറുണ്ട്. കോയക്കുട്ടി മുസ്ലിയാരാണ്. അവരുടെ വാപ്പ യമനിൽ നിന്ന് വന്നവരായിരുന്നു. യമനിൽ നിന്ന് വന്ന പണ്ഡിത പാരമ്പര്യം. ശംസുൽ ഉലമ വഫാത്തായപ്പോ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, യമനി പാരമ്പര്യത്തിലെ അവസാനത്തെ കണ്ണി അസ്തമിച്ചു എന്ന്. യമനി പാരമ്പര്യത്തിലുള്ള ആലിമീങ്ങൾ, യമനി പാരമ്പര്യത്തിലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളെ പഴയ ഉസ്താദന്മാരൊക്കെ ധരിക്കുന്ന ജുബ്ബ യമനിയ, പഴയ ഉസ്താദന്മാരുടെ തലപ്പാവ് യമനിയ, പഴയ ഉസ്താദന്മാരുടെ കള്ളിത്തുണി യമനിയ. അങ്ങനെ യമനിൽ നിന്ന് വന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മള് ബറാത്തിന്റെ അന്ന് 3 യാസീനോതും. ഭക്ഷണം വിശാലമാകാൻ, ആയുസ് ദീർഘമാവാൻ, മരണപ്പെട്ടവർക്ക് വേണ്ടി, അങ്ങനെ ആ 3 യാസീൻ യമനി പാരമ്പര്യത്തിൽപ്പെട്ടതാണ്. യമനിലെ ആലിമീങ്ങൾ ചെയ്തിരുന്നത്, യമനിൽ നിന്ന് കേരളത്തിലേക്ക് ദീനീ പ്രബോധനത്തിന് വേണ്ടി വന്ന ആളുകൾ അതേപോലെ നമ്മളെ നാട്ടിൽ നടപ്പാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് ബറാഅത്തിന് ശഅബാൻ 15 ഓതുന്ന 3 യാസീൻ എന്ന് പറയുന്നത്. അപ്പോ യമനി പാരമ്പര്യത്തിലുള്ളവരാണ് അവർ. റഈസുൽ മുഹഖ്ഖീൻ എന്ന പേരിലാണ് കണ്ണിയത്ത് ഉസ്താദ് അറിയപ്പെട്ടിരുന്നത്. മുഹഖ്ഖീങ്ങളുടെ നേതാവ്, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യൻ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് റഹിമഹുല്ലാഹ് മഹാനവർകൾ. മുൻഗാമികളുടെ താരീഖുകൾ പറയുന്നത് 3 പ്രധാനപ്പെട്ട ഗുണങ്ങൾക്ക് വേണ്ടിയാണെന്നാണ്. ഒന്ന്, അവരെ പോലെ ആവാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഒരു കാര്യം. കുറെ താരീഖ് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, പഠിച്ചോനെ അങ്ങനെ ആയാ തിരക്കടി ചെല്ലാന്ന് തോന്നും. അതിനു വേണ്ടിയിട്ടാണ് മുൻഗാമികളുടെ താരീഖ്. എപ്പോഴും മക്കൾക്കൊക്കെ സ്വാലിഹീങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കണം എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സ്വാലിഹ് നമ്മളെ വാപ്പനേക്കാരട്ടോ. നമ്മളെക്കാൾ സ്വാലിഹാണ് നമ്മളെ വാപ്പ. വാപ്പാനേക്കാൾ സ്വാലിഹിക്കാരൻ വല്ലിപ്പ, വല്ലിപ്പാനേക്കാൾ സ്വാലിഹായിരിക്കും വല്ലിപ്പാന്റെ വാപ്പ. നമ്മളിങ്ങനെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പൊ ഞാൻ എന്റെ ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ നാട്ടിന്റെ അടുത്ത്, വീടിന്റെ അടുത്തുള്ള പള്ളി, ജുമാഅത്ത് പള്ളി വരുന്നതിന് മുമ്പ് കൊളത്തൂർ വലിയ ജുമാഅത്ത് പള്ളിക്കാണ് ജുമാഅത്ത് പോയിരുന്നത്. ജലാലിയ ജുമാ മസ്ജിദ് എന്നാണ് വലിയ ജുമാഅത്ത് പള്ളിക്ക് പറയുന്ന പേര്. മാപ്പിള LP സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. മാപ്പിള LP സ്കൂൾ എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച സ്കൂൾ ഉണ്ടാവില്ല.
ശനിയാഴ്ചയാണ് ഉണ്ടാവുക. വ്യാഴം കഴിഞ്ഞാൽ പിന്നെ ശനി, വെള്ളി, ഞായറും ലീവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച നേരത്തെ ജുമാക്ക് പോകും. ഒരു 9 മണിക്കൊക്കെ ജുമാക്ക് എത്തുമ്പോഴേക്ക് ഔത്തപ്പള്ളിയും പുറത്തപ്പള്ളിയും നിറഞ്ഞിട്ട് തട്ടിന്റെ മേലെ ആളായിട്ടുണ്ടാവും 9 മണിക്ക്. ഇന്നിപ്പോ നമ്മള് പള്ളിക്കന്ന് ബാങ്ക് കൊടുക്കുമ്പോഴാണ് അള്ളാന്ന് പള്ളിക്കല വെള്ളിയാഴ്ചയുള്ള റബ്ബെ കന്തൂറ തേച്ചിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുക. 9 മണിക്ക് ജുമയ്ക്ക് എത്തുമ്പോഴേക്ക് ഔത്തപ്പള്ളിയും പുറത്തപ്പള്ളിയും നിറയും. പിന്നെ പള്ളിന്റെ പഴയ പള്ളിയുടെ 4 ഭാഗം താഴ്വര ഉണ്ടായിരുന്നു. അതിൽ ഒന്നുകിൽ വലതുവശത്തോ അല്ലെങ്കിൽ ഇടതുവശത്തോ ഉള്ള താഴ്വരയിലാണ് ഞാൻ ഇരിക്കുക. മേലേക്ക് കയറൂല. അതിന്റെ വാപ്പന്നെ ആദ്യമായിട്ട് ജുമയ്ക്ക് കൊണ്ടുപോകുമ്പോ തന്ന നസീഹത്താണ്, എന്ത് സംഭവിച്ചാലും തട്ടിന്റെ മേലേക്ക് കയറരുത് ട്ടോ. ഞാൻ ഇതിന്റെ ശേഷം ജീവിതത്തിൽ ഒരിക്കലും കയറിയിട്ടില്ല എന്ന് പറയില്ല. പള്ളി അടിയിൽ പൊളിച്ചു പണിയെടുക്കുമ്പോ മാർബിളിന്റെയും ടൈൽസിന്റെയൊക്കെ പണിയെടുക്കുമ്പോ ജുമ മേലേക്ക് കയറല്ലോ, അങ്ങനെ കയറുക എന്നുള്ളതല്ലാതെ അടിയിൽ ജുമ ഉണ്ടായിങ്ങാണ്ട് മേലേക്ക് കയറിയിട്ടില്ല. വാപ്പ ആദ്യമായിട്ട് ജുമയ്ക്ക് കൊണ്ടുപോകുമ്പോ തന്ന ഉപദേശമായിരുന്നു, തട്ടിന്റെ മേലേക്ക് കയറരുത്. എന്താ, തട്ടിന്റെ മേലേക്ക് കയറിയാൽ വർത്താനം പറയാൻ തോന്നുന്നു, അതന്നെ. അപ്പൊ അത് കയറിയിട്ടില്ലെങ്കിൽ ഇപ്പൊ ആ കുഴപ്പമില്ലല്ലോ എന്നുള്ളതാണ്. അപ്പൊ എന്താ പറയാൻ കാരണം, 9 മണിക്ക് ജുമയ്ക്ക് ചെല്ലുമ്പോ പള്ളി നിറഞ്ഞിട്ടുണ്ടാവും. ആര്? നമ്മളെ വാപ്പാര്. അപ്പൊ വാപ്പാന്റെ വാപ്പ എങ്ങനെ ഇക്കാരെന്ന് ആലോചിച്ച് നോക്കണ്ടത്. ഞമ്മക്കിന്ന് വെള്ളിയാഴ്ച അൽക്ക് പോകാൻ നേരല്ല, മുഴുവനാകായിട്ട് ജുമ എരിഞ്ഞിട്ടാണ് ബാക്കി ഓടുന്നത്. നമ്മള് ജുമയ്ക്ക് പോയിരുന്ന ചെറുപ്പത്തില് 3 യാസീൻ കഴിഞ്ഞിട്ട് അതിന്റെ ശേഷമുള്ള സ്വലാത്ത് ചെല്ലല് തുടങ്ങിയിട്ടുണ്ടാവും പള്ളിയൊക്കെ എത്തുമ്പോ. പഴയ പള്ളിയിലൊക്കെ അൽക്കഫും സലാത്തും എന്നൊരു ഏടുണ്ട്. ഇപ്പൊ ആ ഏടുണ്ടാവില്ല, കാരണം ഏടുണ്ടായിട്ട് കാര്യമില്ല, ഓതാൻ ചേരാറില്ലല്ലോ. പിന്നെ ഏടുണ്ടായിട്ട് എന്താ കാര്യം? അൽക്കഫും സലാത്തും പകുതി അൽക്കഫ്, പകുതിക്കെന്നാണ്ട് ഒരു സ്വലാത്താണ് ഉണ്ടാവുക. അത് ദലായിലുൽ ഖൈറാത്തിൽ നിന്ന്, ദലായിലുൽ ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഷാദുലി ഇമാമിന്റെ വഴിയിൽ വന്നിട്ടുള്ള 7 ദിവസങ്ങൾക്കുള്ള സ്വലാത്താണ്. അതിലെ വെള്ളിയാഴ്ചയുടെ സ്വലാത്തായ ഹിസ്ബു യൗമുൽ ജുമുഅ എന്ന് പറയുന്നതിനെ എടുത്തു കൊടുത്തതാണ് അൽക്കഫും സ്വലാത്തും എന്ന ഏടിലുള്ള പകുതി വരെ അൽക്കഫ്, അവിടുന്നാണ്ട് സ്വലാത്ത്. പഴമക്കാര് തന്നെ നമ്മളെ വല്ലിപ്പ 3 അൽക്കഫ് കഴിഞ്ഞിട്ട് സ്വലാത്തും കയ്യാൻ നേരത്താണ് നമ്മൾ ജുമയ്ക്ക് എത്തിയിരുന്നത് എന്ന് പറഞ്ഞാൽ എത്ര മണിക്ക്? 9:30ക്കും 10 മണിക്കും, അല്ലാതെ 12 മണിക്കല്ല. ഇനി നമ്മൾ പള്ളിക്ക് ചെന്നാല് ബാങ്ക് കൊടുക്കുമ്പോ ഔത്തപ്പള്ളിയിൽ 4 ആളുണ്ടെങ്കിൽ ഭാഗ്യം എന്നതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാല്, നമ്മളെക്കാൾ സ്വാലിഹാണ് നമ്മളെ വാപ്പ. അതുകൊണ്ട് എല്ലാരും കുട്ടികൾക്ക് വാപ്പാനെ പറ്റി പറഞ്ഞു കൊടുക്കണം. നമ്മളെക്കാൾ സ്വാലിഹാണ് നമ്മുടെ വല്ലിപ്പ. അതുകൊണ്ട് എല്ലാരും മക്കൾക്ക് വല്ലിപ്പാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അതാണ് സ്വാലിഹീങ്ങളെ കുറിച്ച് പറയാന്ന് പറഞ്ഞാല്, വഅദ് എന്ന് പറഞ്ഞാൽ തന്നെ സ്വാലിഹീങ്ങളായ ആളുകളുടെ താരീഖ് പറഞ്ഞുകൊണ്ട് ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനീ പ്രബോധനത്തെ 7 തരമായി വിഭജിക്കാൻ കഴിയുമെന്നാണ്. അതിലൊന്ന് ദഅവത്ത് എന്ന് പറയുന്നതാണ്, മറ്റൊന്ന് ഇർഷാദ് എന്ന് പറയുന്നതാണ്, മറ്റൊന്ന് ഇസ്ലാഹ് എന്ന് പറയുന്നതാണ്, ഇനിയും ഒന്നുള്ളതാണ് വഅദ്, പിന്നൊന്നുള്ളതാണ് തദ്കിറത്ത്, പിന്നെ ഒന്നുള്ളതാണ് നസീഹത്ത്. ഇങ്ങനെ ദഅവത്ത് കുറെ ആയിട്ടുണ്ട്. അതിലെ വഅദ് എന്ന് പറഞ്ഞാല് മുൻഗാമികളുടെ താരീഖ് പറഞ്ഞുകൊണ്ട്, മുൻഗാമികളുടെ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് നന്മയെ ഓർമ്മപ്പെടുത്തുന്നതിനാണ് വഅദ് എന്ന് പറയുന്നത്. വഅദിന് പോയിരുന്നു എന്ന് പറഞ്ഞാൽ എന്നിട്ട് എന്ത് താരീഖ് മൂപ്പര് പറഞ്ഞു ചോദിക്കും. പഴയ ആൾക്കാർ ചൂട്ടൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് വഅദിന് പോകും, ചൂട്ടൊക്കെ ഇങ്ങനെ മിന്നിയിട്ട്. വഅദിന് പോയി വന്നു എന്ന് പറഞ്ഞാലുള്ള ചോദ്യമാണ് എന്ത്, ഏത് ചരിത്രേ പറഞ്ഞത് എന്ന് ചോദിക്കും. കാരണം വഅദിൽ എന്ത് വേണം? താരീഖ് വേണം, ചരിത്രം വേണം. മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞ് നന്മയെ ഓർമ്മപ്പെടുത്തുന്നതിന് വഅദ് എന്ന് പറയും. സമയങ്ങൾ, ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വഅദാണ് ഉണ്ടാകുക. നമ്മളെ നാട്ടിലെ പഴയ കാലത്ത് അറിയപ്പെട്ടിരുന്ന ധാരാളം ഷുജായി മൊയ്തു മൗലവി, പഴയ വഅദൻ, ശുഗപുരം, പഴയ കാലത്ത് അറിയപ്പെട്ടിരുന്ന വഅദന്മാരാണ്.
അതിന്റെ മുമ്പ് ഉണ്ടായിട്ടുണ്ടാവോ നമുക്കറിയില്ല. നമ്മൾ കേട്ട ആൾക്കാരെയാണ് പറഞ്ഞത്, കണ്ട ആൾക്കാരല്ല കേട്ടോ. കാണാൻ ഞാൻ താഴ്വസ്താദിനെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നോക്കിയാൽ തന്നെ അറിയാം എന്നെക്കാൾ വയസ്സുള്ളവരാണെന്ന്. ഞാൻ ഇതിനത്ര വയസ്സുള്ള ആളൊന്നല്ല. താടി നരച്ച് നോക്കണ്ട. എന്നെക്കാൾ വയസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ആണുങ്ങളെ വയസ്സ് പറയാൻ പാടില്ല എന്നാണ്, പെണ്ണുങ്ങളുടെ അത്രയും പറയാൻ പാടില്ല. ആണുങ്ങളെ വയസ്സ് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ആൾക്കാർ കളിയാക്കും, ഓനെ പറ്റൂല, ഓൻ വയസ്സനാണെന്നറിയും, അതുകൊണ്ട് വയസ്സ് പറയാൻ പറ്റൂല. അങ്ങനെ കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ പറയും മൂപ്പരെ പറ്റൂല, ആള് വയസ്സനായിക്കണോ പറയും. അപ്പൊ വയസ്സ് പറയണ്ട. എന്തായാലും എന്നെക്കാൾ വയസ്സുള്ള ഒരാൾക്കാരോടുണ്ട്. താഴ്വസ്ഥാനം ഒരു വട്ടം കണ്ടിട്ടുണ്ട്. കോട്ടക്കലടുത്ത് ആട്ടീരിയില് വയതിന് വന്നതാണ്. അന്ന് ഞാന് ചാപ്പനങ്ങാടി നിന്ന് ഉള്ളോട്ട് പോയിട്ട് ഒരു സ്ഥലത്ത് ദർസിൽ ഓതുന്ന കാലാണ്. അപ്പൊ അങ്ങനെ എല്ലാരും താവന്റെ വയതേക്കാൻ പറഞ്ഞു പോകണ്ട കൂട്ടത്തിൽ ഞാനും പോയി. മെല്ലിച്ചിട്ടൊരു മനുഷ്യനാണ് നമ്മൾ കണ്ടപ്പോ. ഒരു ഓയിൽ മുണ്ട് ഇങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ വയല് കസാലയില്, മരത്തിന്റെ ഒരു കസാലയിൽ ഇരുന്നിട്ടാ വയല് പറഞ്ഞത്. ആ വയല് ഓർമ്മയുണ്ട്. സ്വലാത്തിനെ പറ്റിയിട്ടായിരുന്നു വയല്. ആ വയല് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒന്ന് കേട്ടോ, കുറെ മുമ്പ് കേട്ടതാണ്. അപ്പൊ താഴ്വസ്ഥാനം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ശുഗപുരം അങ്ങനെയുള്ള ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. കോയ മുസ്ലിയാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കയ്യും കാലൊന്നും ഇല്ലാത്തൊരു കോയ മുസ്ലിയാർ ഉണ്ടായിരുന്നു പഴയ കാലത്ത്. വയല് പറയുന്ന നല്ല വയലാണ്. അപ്പൊ വയല് പറഞ്ഞാല് താരീഖാണ്. വയലില് താരീഖ് ഉണ്ടായിരിക്കണം, ചരിത്രം ഉണ്ടായിരിക്കണം. ആരുടെ ചരിത്രമാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗൗസുൽ ആദമിന്റെ വാപ്പാന്റെ ഒരു താരീഖ് പഴയ കാലത്ത് വയലന്മാര് പറയലുണ്ട്. അബൂ സ്വാലിഹി എന്ന് പറയുന്ന ആള് അത്തിപ്പഴം കഴിച്ച് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി പോയൊരു കഥ. പുതിയ ആളുകൾ അത് അറബി കിതാബുകളിലൊന്നും കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അല്ലാഹു അഅലം. അറബി കിതാബിൽ ഉണ്ടാവണം നിർബന്ധമുള്ള കേസൊന്നും അല്ല. അല്ലെങ്കിലും താരീഖുകൾ കൂടുതലും അറബിയിലല്ല ഉള്ളത്. പ്രത്യേകിച്ച് ഇറാൻ, ഇറാഖ് പ്രദേശങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന ഔലിയാക്കന്മാരുടെ ഒക്കെ താരീഖ് അധികം ഉണ്ടാവുക ഫാരിസി ഭാഷയിലാണ്. ഫാരിസിയിൽ നിന്ന് പിന്നീട് പല ഗ്രന്ഥങ്ങളും ഉറുദുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അറബിയിലേക്കുള്ള മൊഴിമാറ്റം വളരെ കുറവാണ്. അതുകൊണ്ട് പഴയകാല ആളുകളൊക്കെ പറഞ്ഞിരുന്ന, ആലിമീങ്ങളൊക്കെ പറഞ്ഞിരുന്ന പഴയ ചരിത്രങ്ങളും അറബി കിതാബുകളിൽ കാണാനില്ല എന്നത് ശരിയാണ്. അറബി കിതാബിലുണ്ടാവണം നിർബന്ധമൊന്നുമില്ല. വേറെ ഏതെങ്കിലും കിതാബിലൊക്കെ ഉണ്ടായാലും മതി. ഫാരിസി ഭാഷയിലും ഉറുദു ഭാഷയിലൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും പഴമക്കാര് സൂക്ഷ്മതയുള്ളവരായതുകൊണ്ട് എവിടെയും കാണാതെ പറയൊന്നുമില്ല. അല്ലെങ്കിൽ അവരുടെ ഉസ്താദുമാര് പറഞ്ഞു കൊടുത്തെങ്കിലും ഉണ്ടാവുന്നില്ല. ഇപ്പൊ ഞാൻ നാളെ ഈ റബീഉൽ അവ്വലിൽ പൊന്നാനിയില് ഒരു പരിപാടിക്ക് പോയി. പൊന്നാനി പള്ളിയില് പിന്നെ മങ്കൂസ് മൗലിദിന്റെ വിശദീകരണം അങ്ങനെ പരിപാടിയാണ്. മണ്ഡലം സുന്നി യോജന സംഘം സംഘടിപ്പിച്ച ഒരു പരിപാടിയായിരുന്നു. പൊന്നാനി പള്ളിയിൽ വെച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ച് അതിന്റെ മുമ്പിൽ വെച്ചിട്ട് അവിടുത്തെ ദർശന കുട്ടികളും നാട്ടുകാരൊക്കെ ഉള്ളൊരു പരിപാടിയായിരുന്നു. അപ്പൊ മങ്കൂസ് മൗലിദ് സൈനുദ്ദീൻ മഖ്ദൂം സഗീറിൻ്റെതാണ് റളിയല്ലാഹു അൻഹു. അറിയപ്പെട്ട കാര്യമാണ്. പക്ഷെ ആൾക്കാർ പറയും അത് പിന്നെ അത് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ അല്ല. കാരണം അയിമ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പേരില്ല എന്നാണ്. അയിമ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പേരില്ലാതിരിക്കാൻ കാരണം അന്ന് പേരെഴുതുന്ന പണിയില്ലാതാണ്. എന്തേലും ഒരു 4 വരി എഴുതിയാൽ അയിമ ഇപ്പൊ 100 പേജുള്ള ഒരു പുസ്തകത്തിൽ ഒരു പേജ് മുഴുവനായിട്ടും പേരും ഓന്റെ പെണ്ണുങ്ങളെ പേരും കുട്ടികളെ പേരും പെരേക്ക് വരാനുള്ള റൂട്ട് മാപ്പും ഒക്കെ ഉണ്ടാവും. പണ്ട് അങ്ങനെ ഒരാളെ എഴുതിയാല് എഴുതിയുമ്പോ അവനാന്റെ പേരെഴുതലില്ല. ശിഷ്യന്മാരോട് പറയും ഇത് ഞാൻ എഴുതിയതാണ് കേട്ടോ. ഓല ശിഷ്യന്മാരോട് പറയും ഇതിന്റെ ഉസ്താദ് എഴുതിയതാണ്. ഓല ഉസ്താദിനോട് പറയും ഇതിന്റെ ഉസ്താദ് എഴുതിയതാണ്. അപ്പൊ അയിമ പേര് വേണം നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിലും പല കിതാബുകളുടെയും രചയിതാക്കളുടെ പേര് ഓല എഴുതിയതല്ല, പിന്നെ പ്രിന്റ് ചെയ്തപ്പോ എഴുതി കൊടുത്തതാണ്. പിന്നീട് അത് പ്രിന്റ് വന്നപ്പോ എഴുതി കൊടുത്തതാണ്. മങ്കൂസ് മൗലിദ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ആണെന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. ഞൈമ പേര് വേണം നിർബന്ധം ഉണ്ടെങ്കിൽ അടുത്ത പ്രിന്റിൽ എഴുതിയാലും മതി. അല്ല നിർബന്ധം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. പലതിനും പേരില്ല. അതുക്കിയ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ അയിമ പേരില്ലല്ലോ. അതുക്കിയ എന്ന് പറഞ്ഞ കിതാബ് റസാനത്തുമ്മ പേരില്ല, സലാഹുദ്ദീൻ പേരില്ല.
നൂറുൽ അബ്സാറിന് പേരില്ല, അതൊന്നും എഴുതിയ ആൾക്കാരെ പേരായില്ല. അത് കരുതിയിട്ട് അത് എഴുതിയത് കാര്യപ്പെട്ട ആൾക്കാരല്ലാന്നോ, എഴുതിയ ആളില്ല എന്നൊന്നല്ലല്ലോ അതിന്റെ അർത്ഥമുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് സംഗതി ഉള്ളത്. അപ്പൊ മൊയ്യദ്ദീൻ ഷേഖിന്റെ വാപ്പാന്റെ ഒരു കാര്യമുണ്ട്. പഴമക്കാരായ ആളുകൾ പ്രഭാഷണത്തിൽ അതൊക്കെ പറയുമ്പോൾ സ്ഥിരമായിട്ട് പറഞ്ഞതാണ്. അബ്ദുല്ലാഹി സൗമായി എന്ന പേരായ ആളുടെ ഈത്തപ്പനത്തോട്ടത്തിൽ ഗൗസുൽ ആദമിന്റെ പിതാവ് അബൂ സാലിഹ് ശമ്പളമില്ലാതെ ജോലിക്ക് നിന്നു. താൻ വിശന്നപ്പോൾ കഴിച്ച ഒരു അത്തിപ്പഴം പൊരുത്തപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ജോലി കാലാവധി പൂർത്തീകരിച്ച് പോകാൻ ഒരുങ്ങുമ്പോ എന്റെ മോളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മോളെ കല്യാണം കഴിച്ചു. ഫാത്തിമ എന്നായിരുന്നു മോളെ പേര്. അതിലുണ്ടായ കുട്ടിയാണ് മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയലുണ്ട്. മുഹിയുദ്ദീൻ ഷേഖിന്റെ വാപ്പ അബൂ സാലിഹിന്റെ സ്ഥാനത്ത് നമ്മളാണെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മള് അത്തിപ്പഴം തിന്നതിന് പകരം ആനമുടുക തിന്നു എന്ന് വിചാരിച്ചോളി. കുറച്ച് വലിപ്പം ഉണ്ടായിക്കോട്ടെ. എന്നിട്ട് അതിന്റെ മുതലാളിനോട് അത് പൊരുത്തപ്പെടിക്കാൻ പോയി എന്നും വിചാരിച്ചോളി. ഇതൊക്കെ വിചാരിക്കാനേ പറ്റുള്ളൂ, നമ്മൾ ഒരിക്കലും പോവില്ല. അത്തിപ്പഴം തിന്നിട്ടല്ല ആനമുടുക തിന്നാൽ തന്നെ നമ്മൾ പൊരുത്തപ്പെടിക്കാൻ പോവില്ല. പോയി എന്ന് വിചാരിച്ചോളി. അങ്ങനെ ചെന്നപ്പോ ആന മുതലാളി പറഞ്ഞു, പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ ഒരു 2 കൊല്ലം ഇന്റെ ആനകൾക്ക് കുറച്ച് പനമ്പട്ട കൊടുന്നു തരണം എന്ന് പറഞ്ഞ എന്തേക്കാരം മറുപടി. പിന്നെ ഈ വലിപ്പത്തിൽ ഒരു സാലിമിനെ വേറെ നോക്കോളി, ഇന്നതിന് കിട്ടൂല എന്ന് നമ്മൾ പറയില്ലേ. അതുകൊണ്ട് തന്നെ മുയ്യദ്ദീൻ ഷേഖിന്റെ മാരത്തെ മക്കളെ നമുക്ക് ഉണ്ടാകാത്തോ. 5 കാര്യങ്ങൾ ചെയ്താലേ മക്കള് സ്വാലിഹീങ്ങളാവുള്ളൂ എന്നാണ്. 5 കാര്യങ്ങൾ. അതിലൊന്നേ മക്കളെ കൊണ്ടുള്ള ഉദ്ദേശം കറക്റ്റ് ആയിരിക്കണം. എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് മക്കൾ എന്ന ഉദ്ദേശം കറക്റ്റ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഉദ്ദേശത്തിനനുസരിച്ച പേര് നൽകണം. പേരിടുമ്പോ 3 കാര്യമാണ് നോക്കേണ്ടത്. ഒന്ന്, പേരിന്റെ അർത്ഥം നല്ലതായിരിക്കണം. അറബി ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഭാഷ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഉറുദു പറ്റും, ഫാരിസി പറ്റും, ഇംഗ്ലീഷ് പറ്റും, ഏത് ഭാഷയും പറ്റും. പക്ഷെ അർത്ഥം നല്ലതായിരിക്കണം. അർത്ഥം നന്നാവുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് പേരിന്റെ താരീഖ്. ഇത് ആരുടെ പേരാണ് എന്നത്. ഇത് ആരെ പേരാണ്? മുയ്യദ്ദീൻ ഷേഖിന്റെ പേര്, റിഫായി ഷേഖിന്റെ പേര് റളിയല്ലാഹു അൻഹു, മമ്പർത്ത് തങ്ങളെ പേര്, സയ്യിദ് അലവി മൗലദ്ദവീല, ബദരീങ്ങളെ പേര്. നമ്മളെ സംഘടനയുടെ വലിയൊരു പ്രവർത്തകൻ ഉണ്ടായിരുന്നു, ഇക്ബാൽ എന്ന് പറഞ്ഞിട്ട്, പഠിക്കലുള്ള. ഓന് കുട്ടികളുണ്ടായാൽ എന്താ ചെയ്യാച്ചാല് ബദർ മൗലിദിന്റെ അവസാനത്തെ ഹദീസിന് മറിച്ച് വെക്കും. ഖാല ശൈഖുദ്ദാറാനി റഹിമഹുല്ലാഹ് എന്ന് തുടങ്ങുന്ന ഹദീസ്. എന്നിട്ട് പെണ്ണുങ്ങളോട് പറയും, ദാ ഇതിൽ 313 പേരുണ്ട്, ഇതിന് എനിക്ക് പറ്റിയെടുത്തോ. ബദരീങ്ങളെ പേര്. ബദരീങ്ങളെ പേരിലൊക്കെ നല്ല ചൊറുക്കുള്ള പേര് ഇഞ്ഞുണ്ട്, ഇട്ടിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ടൈറ്റാണ്, നല്ല പേരുകളുണ്ട്. സംഗതി 313 ഉള്ളൂന്നുണ്ട് കാര്യമില്ല, പേര് കുറേ ഉണ്ട്. അലിഫൻ സുബൈറു യുബ്രിഉ സഅദുൻ സഈദുൻ ഹാനിഉ അസ്അദു ഇമ്രാനു വഉ ബയ്യുനു ബയ്യുന അബ്ദുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഒന്ന് അർത്ഥം, 2 ചരിത്രം. ആരുടെ പേരാണ്? പെൺകുട്ടികൾക്കൊക്കെ ഇപ്പൊ പഴയ പേര് മടങ്ങി വരുന്നുണ്ട്. ആമിന, ആയിഷ, ഖദീജ, റംല, മറിയ. പക്ഷേ ഫാഷന്റെ പേരിലാണെങ്കിൽ ഫാഷന്റെ ഗുണം കിട്ടുള്ളൂ. ആമിന ബീവിന്റെ പേരായിക്കോട്ടെ എന്ന് കരുതിട്ടാലേ ആമിന ബീവിന്റെ ഗുണം ഉണ്ടാവുള്ളൂ. ആയിഷ ബീവിന്റെ പേരായിക്കോട്ടെ എന്ന് കരുതിട്ടാലേ ആയിഷ ബീവിന്റെ ഗുണം ഉണ്ടാവുള്ളൂ. മുയ്യദ്ദീൻ ഷേഖിന്റെ പേരായിക്കോട്ടെ എന്ന് കരുതിട്ടാലേ മുയ്യദ്ദീൻ ഷേഖിന്റെ ഗുണം ഉണ്ടാവുള്ളൂ. അബൂബക്കർ സിദ്ദീഖിന്റെ പേരായിക്കോട്ടെ എന്റെ കുട്ടിക്ക് എന്ന് കരുതിയിട്ട് ആരെങ്കിലും കുട്ടികൾക്ക് പേരിട്ടാൽ ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലും ആവുമെന്നതാണ്. ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലും ആവും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആരെ പേരാണ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം,
എന്താണ് ആ പേര് കൊണ്ട് ഉദ്ദേശിച്ചത് എന്നതാണ്. അപ്പൊ ഒന്ന് പേരിന്റെ അർത്ഥം, രണ്ട് പേരിന്റെ ചരിത്രം, മൂന്ന് പേരിന്റെ ഉദ്ദേശം, അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ്. അപ്പൊ പഴമക്കാരൊക്കെ പേരിടുമ്പോ ശരിക്കും നോക്കിയിരുന്നു മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ പേരാണ് നമ്മൾ